ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വന്നു, ഇനി റാങ്ക് ലിസ്റ്റ് വരും, വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. വെരിഫിക്കേഷൻ ടൈം മുതൽ തന്നെ നിങ്ങൾ വെരിഫൈഡ് ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവുക. സപ്ലിമെന്റ് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ റാങ്ക് അത്യാവശ്യം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പറയാം. സപ്ലിമെന്റ് ലിസ്റ്റിൽ വന്നു എന്ന് കരുതി നിങ്ങളുടെ സാധ്യതകൾ അസ്തമിച്ചു എന്നൊരു ചിന്ത നിങ്ങൾക്ക് പാടില്ല. അതിനകത്ത് കുറെ വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജോലിയിലേക്ക് എത്തും വരെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ആദ്യം ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് നിങ്ങൾക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ടാവും BScയിൽ നിന്ന്, അല്ലെങ്കിൽ ഇന്ന ജോലിയുടെ ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ടാവും. ആ പ്രൊഫൈൽ മെസ്സേജ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ജോലിയുടെ എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ട് എങ്കിൽ, നിങ്ങൾ അന്ന് ആപ്ലിക്കേഷൻ അയച്ച സമയത്ത് നിങ്ങൾ കൊടുത്തിരുന്ന ക്വാളിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഉണ്ട് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, യഥാർത്ഥ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഹാജരാക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഷോർട്ട് ലിസ്റ്റിലേക്ക് പരിഗണിക്കപ്പെടും. ആ ഷോർട്ട് ലിസ്റ്റിലോട്ട് പരിഗണിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ. ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക്, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനിൽ നിങ്ങൾ വൺ ടൈം വെരിഫിക്കേഷൻ എന്നാണ്, OTV എന്നാണ് പറയുന്നത്. അപ്പോൾ വൺ ടൈം വെരിഫിക്കേഷന് സാധാരണഗതിയിൽ ഒരു വട്ടം വിളിച്ചിട്ട് വേറെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് പുതുതായിട്ട് ആഡ് ചെയ്യേണ്ടി വരുമ്പോൾ പിന്നെയും വിളിക്കാറുണ്ട് OTVക്കായിട്ട്. അപ്പോൾ ഈ ചിലവർക്ക് വൺ ടൈം ആയിട്ട് തന്നെ, ഇപ്പോൾ 10th ലെവലൊക്കെ ആണെങ്കിൽ ചിലർക്ക് ഒരു തവണ മാത്രമൊക്കെ വിളിക്കാറുള്ളൂ. എങ്കിലും നമ്മുടെ പല സർട്ടിഫിക്കറ്റിലെയും കാലാവധിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെയും OTV എന്നുള്ള രീതിയിൽ പിന്നെയും നമുക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ LDCയുടെ ഇപ്പോൾ എനിക്കിപ്പോൾ കഴിഞ്ഞ ദിവസം മെസ്സേജ് വന്നപ്പോഴത്തേക്ക് ഹാജരാകേണ്ടതില്ല എന്നും പറഞ്ഞ മെസ്സേജ് വന്നായിരുന്നു. കാര്യം ഇതിനു മുമ്പ് എന്റെ വൺ ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞാണ്. അപ്പോൾ പുതിയതായിട്ടൊരു സർട്ടിഫിക്കറ്റും വെരിഫൈ ചെയ്യാനായിട്ടില്ല. അപ്പോൾ അങ്ങനെയും വരാം. അപ്പോൾ ഒരു കാര്യമുണ്ട്, എന്നെ 2 വിദ്യാർത്ഥികൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. അതായത് അതിലൊരാൾ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, അതായത് വെരിഫിക്കേഷൻ കഴിഞ്ഞു, ഏതൊരു പോസ്റ്റിന്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞു എന്നാണ് ആ ഒരു ജില്ലയിലെ PSC ഓഫീസിൽ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞതെന്ന്. അപ്പോൾ വെരിഫിക്കേഷൻ കഴിയും വരെ ഈ ഒരു വ്യക്തി ആ ഒരു PSCയുടെ സൈറ്റിൽ കയറി ലോഗിൻ ചെയ്തില്ല. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുന്നത്, ആ റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം, ഷോർട്ട് ലിസ്റ്റിൽ വന്നതിന് ശേഷം വെരിഫിക്കേഷൻ ഹാജരായില്ല ആ വ്യക്തി. അപ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനം, അപ്പോൾ അദ്ദേഹം ഈ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ നിങ്ങൾ മിസ്സാകരുത് നിങ്ങളുടെ വെരിഫിക്കേഷൻ ഡേറ്റ്, അങ്ങനെ ഇമ്പോർട്ടന്റ് ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ശ്രദ്ധ വേണം. അതിനായിട്ട് ഏറ്റവും പ്രധാനം ആ വെരിഫൈഡ് ഗ്രൂപ്പിൽ നിങ്ങൾ അതിന്റെ മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും വെരിഫൈഡ് ഗ്രൂപ്പിൽ തന്നെ ഇരുന്നുകൊണ്ട് നമ്മൾ ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കണമെന്നല്ല, അതിലെ മെസ്സേജുകളൊന്ന് ശ്രദ്ധിക്കണം. അതിനകത്ത് പ്രാധാന്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രാധാന്യമുള്ളത് നിങ്ങളൊന്ന് കേട്ട് നോക്കുക. പിന്നെ നിങ്ങൾ അതിനകത്ത് അഡ്മിൻസ് അല്ല എങ്കിൽ അഡ്മിൻസ് ആയിട്ട് ഉടനെ മാറുക, ഏറ്റവും പ്രധാനമാണ്. അതായത് നിങ്ങൾ ഗ്രൂപ്പ് വർക്ക് മാത്രമാണ് എപ്പോഴും ഒരു വെരിഫൈഡ് ഗ്രൂപ്പിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് 400 പേരുള്ള ഒരു വെരിഫൈഡ് ഗ്രൂപ്പിൽ 3-4 അഡ്മിൻസ് ഉണ്ടെങ്കിൽ ആ അഡ്മിൻസിന്റെ ഗ്രൂപ്പ് അല്ല അത്. ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഗ്രൂപ്പാണ്, എല്ലാവരുടെ ഒരേ ഉത്തരവാദിത്വമുള്ള ഗ്രൂപ്പാണ്. അത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതാണ്, അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി അഡ്മിൻസ് അല്ല പ്രവൃത്തി എടുക്കേണ്ടതെന്നുള്ളൊരു ഒരു ബോധ്യം പുതുതായിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് വരുന്ന ഉദ്യോഗാർത്ഥികളുണ്ടാവണം. നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിൻസിന് തുല്യ ഉത്തരവാദിത്തമാണ്. അപ്പൊ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും അഡ്മിൻ ആകാൻ നോക്കുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും, അവിടെ ആ വെരിഫൈഡ് ഗ്രൂപ്പിലുള്ള എല്ലാവരും അല്ല, ഈ വീഡിയോ കാണുന്ന എല്ലാവരും അഡ്മിൻ ആകാൻ പറ്റുമെങ്കിൽ അഡ്മിൻ ആവുക. അപ്പോൾ അഡ്മിൻ ആയിട്ട് നിങ്ങൾ ആ ഒരു അഡ്മിൻ ആയി എന്ന് കരുതിയിട്ട് നമ്മൾ ഫുൾ ടൈം അതിന്റെ എല്ലാ മെസ്സേജും കോർഡിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ റാങ്ക് ലിസ്റ്റുകളെല്ലാം ഓർഡർ ആക്കണം, PDF എഡിറ്റ് ചെയ്യണം, ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. അതിനകത്ത് നമ്മൾ അഡ്മിൻ ആയി എന്ന് കരുതിയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ പരസ്പരം ചെയ്യുക. ഈ സഹായങ്ങളെല്ലാം നമ്മളെ തന്നെ സഹായിക്കുന്നതാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ഏറ്റവും ആദ്യം വേണ്ട സഹായം എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഈ വെരിഫൈഡ് ഗ്രൂപ്പിൽ അംഗമായിട്ട് നിങ്ങൾ വെരിഫിക്കേഷന് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ വരുന്ന ആൾക്കാരുടെ ഡേറ്റ്, അതായത് പേര്, മൊബൈൽ നമ്പർ, അതേപോലെ ഏത് കാറ്റഗറി, OBC ആണോ അല്ലെങ്കിൽ മുസ്ലിം കാറ്റഗറി ആണോ, അതൊക്കെ എഴുതിയെടുക്കാനുള്ള ഒരു ചാർട്ട്. ആ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വെരിഫൈഡ് ഗ്രൂപ്പിൽ ആരും ഇതുവരെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു ചാർട്ട് നിങ്ങൾ കമ്പ്യൂട്ടറുള്ളവരാരെങ്കിലും അത് തയ്യാറാക്കിയിട്ട്, ആ ഒരു ചാർട്ട് തയ്യാറാക്കിയിട്ട് ആ ഒരു ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ ഉൾപ്പെടെ ആ എല്ലാ ആൾക്കാരുടെയും, അവിടെ വെരിഫിക്കേഷൻ വരുന്ന എല്ലാവരുടെയും നമ്പർ ഉൾപ്പെടെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ അവരെ വെരിഫൈഡ് ഗ്രൂപ്പിലോട്ട് അവരുടെ സമൂഹത്തോടെ ആഡ് ചെയ്യുക. അത് വളരെ പ്രധാനമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് അവരുടെ നമ്പർ കിട്ടാനോ ഇല്ലെങ്കിൽ അവരെ അതിലോട്ട് ആഡ് ചെയ്യാനോ ഒന്നും സാധിക്കുമെന്നോ വരില്ല. കാര്യം പിന്നീട് ഒരിക്കലും അവരെ ഡിലീഷന് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ അവരെ മറ്റേതെങ്കിലും റാങ്ക് ലിസ്റ്റിന്റെ വർക്കിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയാനായിട്ടോ ഒന്ന് വിളിക്കാനായിട്ടോ ഇല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാനായിട്ടോ വേറെ ചിലപ്പോൾ അവരെ വെരിഫൈഡ് ഗ്രൂപ്പിൽ അവർ ജോയിൻ ചെയ്തില്ല എന്ന് കൂടി വരാം. കാര്യം പല ലിസ്റ്റിലുള്ള ആൾക്കാർ പലരും വെരിഫൈഡ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ വരെ ഉണ്ട്. നമ്മൾ തുടക്കത്തിൽ ഒരു ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ വെരിഫൈഡ് ഗ്രൂപ്പിൽ ചിലപ്പോൾ ഉറപ്പായിട്ടും ചേരും, പക്ഷെ ചിലർ അതിൽ ചേരാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ വെരിഫൈഡ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് നിങ്ങൾ അവിടെ
പി എസ് സിയുടെ വെരിഫിക്കേഷൻ പോകാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ അന്ന് അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ ഉണ്ടല്ലോ, ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അതിന്റെ കോപ്പി അല്ല, അതിന്റെ ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. പിന്നെ നിങ്ങൾ കുറച്ച് ഒരു എമൗണ്ട്, ഒരു 1000 രൂപ അല്ലെങ്കിൽ അതിനടുത്തുള്ള ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ കരുതിക്കണം. കാര്യം നിങ്ങളിപ്പോ ഒരു പി എസ് സി ഓഫീസിൽ പോവുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും യാത്ര ചെയ്യേണ്ടി വന്നാലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണത്തിനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോ കോപ്പി അല്ലെങ്കിൽ അക്ഷയയിൽ ചെല്ലാനോ ഒക്കെ ഉള്ള ഒരു എമൗണ്ട് കയ്യിൽ കരുതിക്കൊള്ളുക. അല്ലാതെ അവിടെ ചെന്നിട്ട് പിന്നീട് നമ്മുടെ കയ്യിൽ എമൗണ്ട് ഇല്ല എങ്കിൽ പേരൻസിന്റെ കയ്യിലോ ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്ത് വാങ്ങിക്കണം, അങ്ങനത്തെ രീതിയിലോട്ട് പോകരുത്. കാര്യം ഇതൊക്കെ സ്ഥിരം കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ കയ്യിൽ ചിലപ്പോൾ എമൗണ്ട് ഇല്ല എങ്കിൽ നമ്മൾ പേരൻസിന്റെ നിന്ന് വാങ്ങിച്ചാണെങ്കിൽ നമ്മൾ പോയേക്കണം. കാര്യം കറക്റ്റ് ഒരു എമൗണ്ട് തികച്ചുകൊണ്ട് നമ്മൾ പോകാൻ പാടില്ല. ഇത് ചിലർക്ക് കേൾക്കുമ്പോഴത്തേക്ക് ഒരു ഇതായിട്ട് തോന്നും, പക്ഷെ എങ്കിലും പലരുടെയും സാഹചര്യം ഇങ്ങനെയാണ്. പി എസ് സി ഓഫീസുകളിൽ നമ്മൾ ആ ഒരു പി എസ് സി പഠിച്ച് നടക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ സാഹചര്യം ഇങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ ആ ഒരു എമൗണ്ട്, ഒരു നിശ്ചിത തുക, ഒരു 700 അല്ലെങ്കിൽ 1000 രൂപ നിങ്ങളുടെ കയ്യിൽ കരുതുക. കാര്യം എന്തെങ്കിലും ഒരു അത്യാവശ്യം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ അവർ പറയും ആ വെരിഫിക്കേഷന്റെ ടൈമിൽ ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് ക്ലിയർ അല്ല എന്നവർ സാധാരണ സാഹചര്യങ്ങളിൽ പറയാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ പോയി അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ ഒരു അടുത്തായിട്ടൊരു കഫേയോ വല്ലതും തുറന്നിട്ടില്ല, എന്തെങ്കിലും ഹോളിഡേ വല്ലതും ഒക്കെ കഫേയില് അവരുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ദൂരോട്ട് ട്രാവൽ ചെയ്ത് ഓട്ടോയ്ക്കൊക്കെ പോയി നിങ്ങൾക്ക് ചിലപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിന്റെ കോപ്പിയൊക്കെ എടുക്കേണ്ടി വരും, സ്കാൻ ചെയ്ത് കയറ്റേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും. പിന്നെ അതുപോലെ തന്നെ മറ്റു കാര്യമുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരുന്നത് A5 സൈസിലാണ്. നമ്മുടെ സാധാരണ ബോണ്ട് പേപ്പർ വരുന്നില്ലേ, ബോണ്ട് പേപ്പർ വരുന്നത് A4 സൈസാണ്. അതിനേക്കാളും വലിയ സൈസിലായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയൊക്കെ ഒരു 3-4 വർഷം മുമ്പ് വരെയൊക്കെയുള്ള സർട്ടിഫിക്കറ്റുകൾ വന്നിരുന്നത്. ഇപ്പൊ എങ്ങനെയാ വന്നിരിക്കുന്നത് എനിക്ക് അറിയില്ല. എങ്കിലും അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് സാധാരണ സ്കാനറുകളിൽ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങളുടെ പി എസ് സി ഓഫീസിന് അടുത്തുള്ള ആ ഒരു അക്ഷയ സെന്ററിൽ ഈ ഒരു A5 സർട്ടിഫിക്കറ്റ്, A5 സൈസിലുള്ള വലിയ പേപ്പറിലുള്ള സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ സ്കാൻ ചെയ്ത് കയറ്റാൻ പറ്റിയില്ലെന്ന് വരാം. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ട്രാവൽ ചെയ്ത് കുറച്ചുകൂടി ദൂരത്തോട്ട് പോയത് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ ആ ഒരു എമൗണ്ട് കൈ കരുതുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ നിങ്ങളൊരു ആ ഒരു എത്തേണ്ട സ്ഥലത്ത് നിങ്ങൾ അവർ പറയുന്ന ടൈമിനേക്കാളും പറ്റുന്നതും നേരത്തെ എത്തിക്കൊള്ളുക. നിങ്ങൾക്ക് പിന്നെ 11 മണിയൊക്കെയാണ് ടൈം തന്നിരിക്കുന്നതെങ്കിൽ ഒരു 9:45 ആകുമ്പോൾ തന്നെ നിങ്ങൾ അവിടെ എത്തുന്ന രീതിയിൽ പോവുക. കാര്യം അവിടെ പറയുന്ന ടൈം ഇതിനൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല. പി എസ് സി ഓഫീസിലെ ബാക്കിയുള്ള തിരക്കുകളൊക്കെ വെച്ചിട്ട് അവർക്ക് പറ്റുന്ന ഒരു ടൈമിലായിരിക്കും നിങ്ങളെ അതിനുള്ളിലോട്ട് കയറ്റുന്നതും അതേപോലെ നിങ്ങൾക്ക് ബാച്ച് അലോട്ട് ചെയ്യുന്നതും ഇന്ന ആൾ ഇന്ന മുറിയിൽ പോയി വെരിഫിക്കേഷൻ ചെയ്യുന്നത് പറയാം. അതൊക്കെ ഓരോ അവരുടെ ടൈമിനനുസരിച്ചാണ്. നമുക്ക് അവിടെ യാതൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. അപ്പൊ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ അവിടെ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പിന്നെ ഉറപ്പായിട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അവിടെയുള്ള അവിടെ അടുത്ത് നിൽക്കുന്ന ആരെങ്കിലോ ഇല്ലെങ്കിൽ അകത്ത് കയറി ചോദിക്കണമെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഒരു കാരണവശാലും അവിടെ ഒരു ഡൗട്ട് വെച്ചുകൊണ്ട് നമ്മളവിടെ അറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അതെല്ലാം ശ്രദ്ധിച്ചോണം. അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളൊന്നും തെറ്റാതെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ വെരിഫിക്കേഷന്റെ കാര്യങ്ങൾ പറയാനുള്ളത്. വെരിഫിക്കേഷൻ കഴിഞ്ഞ് നമ്മുടെ മെയിൻ ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുക. മെയിൻ ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു അതിൽ കിടക്കുന്ന മാർക്ക് നിങ്ങൾ കൂട്ടിയ മാർക്കുമായിട്ട് സാമ്യമുണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ കൂട്ടിയ മാർക്കുമായിട്ട് നല്ല വ്യത്യാസം വരികയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ ആൻസർ പേപ്പർ റീചെക്കിംഗ് അല്ലെങ്കിൽ ആൻസർ പേപ്പറിന്റെ കോപ്പി കിട്ടാനായിട്ടൊക്കെ നിങ്ങൾ അതിന്റെ ആപ്ലിക്കേഷനൊക്കെ ഉള്ള അവസരം നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ ആ ഷോർട്ട് ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആൻസർ പേപ്പറിന്റെ റീചെക്കിംഗ് അല്ലെങ്കിൽ അതിന്റെ കോപ്പി കിട്ടാനായിട്ടൊക്കെ ഉള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇത് കിട്ടുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. നിങ്ങളത് റീചെക്ക് ചെയ്ത് കിട്ടുമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് അറിയാൻ നിങ്ങളുടെ ആൻസർ പേപ്പറിന്റെ കോപ്പി കിട്ടുമോ എന്നുള്ളതിനൊന്നും യാതൊരു ഉറപ്പുമില്ല. അത് നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും. അങ്ങനെ ഒരു നിങ്ങൾക്ക് കിട്ടുമോ ഇല്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ പോലും വിചാരിക്കാതെ നിങ്ങൾ മെയിൻ ലിസ്റ്റിലാകും എന്നുള്ള നിങ്ങൾ സപ്ലൈ ലിസ്റ്റിലോട്ട് മാറിയതായിട്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രധാന കാരണം നിങ്ങൾ ആ മാർക്ക് കൂട്ടിയതിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവും. മാർക്ക് കൂട്ടിയതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് നിങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. കാര്യം നിങ്ങൾ അത്രത്തോളം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഇതായിരിക്കും. പക്ഷെ നമ്മൾ പോലും അറിയാതെ, നമ്മുടെ പ്രശ്നം കുറ്റമല്ല അത്, നമ്മൾ പോലും അറിയാതെ ചില ഉത്തരങ്ങൾ നമ്മൾ D മാർക്ക് ചെയ്തിട്ട് C എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ ടിക്ക് ചെയ്ത് വെക്കും. അപ്പൊ നമ്മൾ C ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വന്നിട്ട് C ആണെന്ന് പറഞ്ഞ് നമ്മൾ D ടിക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മൾ 2 ദിവസം കഴിഞ്ഞത് മറന്നു പോകും. പിന്നീട് ഇല്ലെങ്കിൽ നമ്മൾ ഫൈനൽ ആൻസർ ഒക്കെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതൊക്കെ മറന്നിട്ടായിരിക്കും നമ്മൾ അത് ചെക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോ B എന്നുള്ള ഇത് മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് C-ലോട്ട് കൂടി ആ പേന ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ അത് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് വരും. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ആ OMR മെഷീന് എന്തെങ്കിലും ഒരു പെൻ മാർക്ക് പോലെയൊക്കെ കാണുവാണെങ്കിൽ അത് റീഡ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഈ OMR മെഷീൻ എന്ന് പറയുന്നത്. അപ്പൊ B എന്ന് പറഞ്ഞ സാധനത്തിൽ നിന്ന് C-ലോട്ട് നമ്മുടെ പേന ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്ന് നമ്മൾ ഡബിൾ മാർക്കിംഗ് ആയിട്ട് കണ്ടിട്ട് നെഗറ്റീവ് മാർക്കായിട്ട് അത് മാറാറുണ്ട്. അതേപോലെ നമ്മൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്കറ്റ് വെച്ചിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചിലപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ മെയിൻ ലിസ്റ്റിൽ നിന്ന് സപ്ലിമെന്റ് ലിസ്റ്റിലോട്ട് വരുന്നത്.
അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന കേസുകളിലൊക്കെ നമ്മളിത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അതൊരു അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. സപ്ലിമെന്റ് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെയിൻ ലിസ്റ്റിലോട്ട് മാറണമെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. നമുക്ക് നമ്മുടെ സപ്ലിമെന്റ് ലിസ്റ്റിൽ വന്നെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാന ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആൻഡ് സ്ട്രോങ്ലി അത് കാണേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഠനം ശരിയായ ദിശയിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ സപ്ലിമെന്റ് ലിസ്റ്റിൽ എത്താൻ പറ്റിയത്. നിങ്ങളില്ലെങ്കിൽ ചിന്തിച്ചു നോക്ക്, ഇതൊരിക്കലും ഒരു ആശ്വാസവാക്കല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നിങ്ങളുടെ പഠനം ശരിയായ ദിശയിലായതുകൊണ്ടാണ് നിങ്ങൾ സപ്ലിമെന്ററി ലിസ്റ്റിൽ എത്തിയത്. ഇല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ അവസാന റാങ്കുകളിൽ നിങ്ങൾ എത്തിയെങ്കിൽ പോലും നിങ്ങളുടെ പഠനം ശരിയായ ദിശയിലായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ചിന്തിച്ചു നോക്കുക, 6 ലക്ഷം പേര് 5 ലക്ഷം പേരൊക്കെ എഴുതുന്ന പരീക്ഷയ്ക്കായിരിക്കും ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒരു ആദ്യത്തെ 7000 റാങ്കിനുള്ളിലോ അല്ലെങ്കിൽ 700 റാങ്കിനുള്ളിലോ ഒക്കെ വരുന്നത്. അപ്പോൾ അത്രയും പേര് എഴുതുന്ന പരീക്ഷയ്ക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പഠനം ശരിയായ ദിശയിലാണ്. ഇപ്പോൾ 700 പേര് മെയിൻ ലിസ്റ്റ് ആണെങ്കിൽ 500 പേരുടെ സപ്ലിമെന്റ് ലിസ്റ്റ് ആണെങ്കിൽ ആ 500 പേരിൽ സപ്ലിമെന്റ് ലിസ്റ്റിൽ ലാസ്റ്റ് വന്നാൽ പോലും നമ്മൾ 1200 പേരുടെ വന്നിട്ടുണ്ട്. 700 പ്ലസ് 500 മെയിൻ ലിസ്റ്റ് പ്ലസ് സപ്ലിമെന്റ് ലിസ്റ്റ്. അപ്പോഴും നിങ്ങൾ ചിന്തിച്ച് നോക്കുക, അപ്പോഴും നമ്മൾ ഒരു ടോപ്പറായിട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു കേരളത്തിനുള്ളിൽ പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ നമ്മൾ ടോപ്പറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഇനിയും പരീക്ഷകൾ വരുമ്പോഴത്തേക്ക് ഈ സപ്ലിമെന്ററി ലിസ്റ്റ് എന്നുള്ളത് മെയിൻ ലിസ്റ്റിലെ ടോപ്പ് റാങ്കുകളും ഒക്കെ ആക്കി മാറ്റാൻ പറ്റും. എന്നോടൊരു വിദ്യാർത്ഥി എന്നെ വിളിച്ച് പറഞ്ഞു, LGS എക്സാമിന് കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ച് ഭയങ്കര ഇതവിടെ ഇരിക്കുകയായിരുന്നു. പക്ഷെ പ്രൊഫൈൽ മെസ്സേജ് വന്നില്ല, നമ്മൾ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേറൊരു +2 ക്വാളിഫിക്കേഷൻ വെച്ചൊരു പരീക്ഷ എഴുതിയത് പ്രതീക്ഷിക്കാതെ അതിന്റെ പ്രൊഫൈൽ മെസ്സേജ് വന്നു എന്ന് എന്നൊരു വിദ്യാർത്ഥി വിളിച്ചു പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര ഹാപ്പിയാണെന്നുള്ള രീതിയിൽ എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇതാണ് നമ്മുടെ ലൈഫ്. നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന പോലെ ഒരിക്കലും പോകില്ല. ലൈഫിന് അല്ലെങ്കിൽ നേച്ചർ, അല്ലെങ്കിൽ പ്രകൃതിക്ക്, ഇല്ലെങ്കിൽ ദൈവത്തിന്. നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് പ്രകൃതി എന്ന് വിശ്വസിക്കാം. ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്ത ആളാണെങ്കിൽ പ്രകൃതിക്ക് അതിൻ്റെതായിട്ടുള്ള നേച്ചർ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. അപ്പോൾ അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകില്ല. നമ്മൾ ചിന്തിച്ച ഒരു 100 കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ 10 കാര്യങ്ങൾ പോലും നമ്മൾ വിചാരിക്കുന്നത് പോകില്ല. അപ്പോൾ നിങ്ങൾ ഓരോ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ നിരാശരായി, സപ്ലിമെന്റ് ലിസ്റ്റിലാണ് ഇല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ ലാസ്റ്റ് ആണെന്നൊക്കെ നിങ്ങൾ നിരാശരാകാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനേ ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് പറയുന്നത്, നമ്മുടെ പ്രകൃതി ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഇല്ലെങ്കിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് നമ്മുടെ ലൈഫ് പോകില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. പിന്നെ നിങ്ങൾക്ക് സപ്ലിമെന്റ് ലിസ്റ്റിൽ നിന്ന് മെയിൻ ലിസ്റ്റിലോട്ട് വരണമെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഇപ്പോഴത്തെ പഠനം പോരായെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഡയറക്ഷനിലാണ് പോകണമെങ്കിലും പഠനം കൂട്ടുക എന്നുള്ളതേ മാർഗമുള്ളൂ. ഇപ്പൊ നിങ്ങൾ സപ്ലിമെന്റ് ലിസ്റ്റ് ആണെന്ന് പറഞ്ഞ് പഠനം അവസാനിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ തൊട്ടടുത്ത് എത്തിയിട്ട് കാര്യങ്ങൾ കലവിട്ടടയ്ക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിലോട്ട് പോകും. അപ്പൊ അങ്ങനെയല്ല, നിങ്ങൾ ആ തൊട്ടടുത്ത് എത്തിയെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി പഠിച്ച ആ ഒരു ഇതിലോട്ട് എത്തുക. പിന്നെ ഒരു കാര്യമുണ്ട്, PSC പഠിച്ചു വന്ന് സപ്ലിമെന്റ് ലിസ്റ്റ് വരെ എത്തി. അപ്പൊ ഇനി നിങ്ങൾക്ക് അധികമൊന്നും പഠിക്കേണ്ടി വരില്ല അടുത്ത മെയിൻ ലിസ്റ്റിലോട്ട് വരാനായിട്ട്. അപ്പോഴും നിങ്ങൾ ആ ഒരു മൈൻഡ് നിങ്ങൾ വിടാതിരിക്കുക. കാര്യം നിങ്ങളെ കുറ്റം പറയാനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അതിനിടയിൽ നിങ്ങൾ ഒറ്റയ്ക്കൊരു സ്വയം നിങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവണം. അതായത് നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മെയിൻ ലിസ്റ്റിൽ റാങ്കും കാര്യങ്ങളൊക്കെ നോക്കി മെയിൻ ലിസ്റ്റിൽ നിങ്ങൾ ടോപ്പ് റാങ്ക് ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ നിയമനം വരുമ്പോഴത്തേക്ക് കുറെ നാൾ കഴിയുമായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ മെയിൻ ലിസ്റ്റിൽ റാങ്ക് താഴോട്ടാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തവണ നിയമനം കിട്ടിയില്ലെന്ന് പോലും വരാം മെയിൻ ലിസ്റ്റ് താഴോട്ടാണെങ്കിൽ. പക്ഷെ അപ്പോഴും ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മറ്റു പല ലിസ്റ്റുകളിൽ വരുന്നു എന്നുള്ളത് ഉറപ്പായിട്ടും കാണാൻ പറ്റും. ഈ ലിസ്റ്റിലുള്ള ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര്, ഇല്ലെങ്കിൽ ഭൂരിഭാഗം പേരും മെയിൻ ലിസ്റ്റിലുള്ളവരാണ് എങ്കിൽ സപ്ലിമെന്റ് ലിസ്റ്റിലുള്ളവരാണെങ്കിൽ ഈ ലിസ്റ്റ് തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മറ്റ് പല ലിസ്റ്റുകളിലും വരും. നിങ്ങൾ എഴുതി വെച്ചു. നിങ്ങളിപ്പോൾ ഏജ് ലിമിറ്റ് വരികയാണെങ്കിൽ ഒരു കാര്യമുണ്ട്, ഏജ് ലിമിറ്റ് വരികയാണെങ്കിൽ നമുക്ക് അതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അതും ഒരു ഏജ് എന്ന് പറയുന്ന സാധനത്തിൽ നമുക്ക് ഒരിക്കലും തടഞ്ഞു വെക്കാൻ പറ്റില്ല. നമ്മൾ PSC പഠിച്ചിട്ടുണ്ടല്ലോ, ആന്റി ഏജിങ് വൈറ്റമിൻ എന്നൊക്കെ പറയും. പക്ഷെ ആന്റി ഏജിങ് വൈറ്റമിൻ വെച്ചിട്ട് നമ്മുടെ ഏജ് കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഏജ് ഇങ്ങനെ മുന്നോട്ട് നീങ്ങും. ആ ഒരു സ്പീഡ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ആ ഒരു സ്പീഡിനൊപ്പം നിങ്ങൾ പേസ് ആക്കി നിങ്ങളുടെ പഠനം ഇമ്പ്രൂവ് ആകുക എന്നുള്ളൊരു മാർഗം മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇനി പെട്ടെന്ന് തന്നെ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. 30 വയസ്സ് നിങ്ങൾക്ക് ആയില്ലെങ്കിൽ 32 ആയില്ലെങ്കിൽ 28 ഇതിൽ നിന്നൊരു 36 വയസ്സെന്നുള്ള ഏജ് ലിമിറ്റിലോട്ട് വലിയ ദൂരമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഉദ്ദേശിക്കുക 8 വർഷമുണ്ട് 6 വർഷമുണ്ടെന്നൊക്കെ നമ്മൾ ഓർക്കും. പക്ഷെ ആ ഒരു ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വർഷം എന്ന് പറഞ്ഞാൽ വളരെ വളരെ പെട്ടെന്ന് പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉഴപ്പി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള രീതിയിൽ പഠിക്കുക. ഏറ്റവും അടുത്ത എക്സാമിന് വേണ്ടി തന്നെ പഠിക്കുക. എന്നോട് ഒരുപാട് പേര് എന്റെ വീഡിയോയുടെ അടിയിൽ കമന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, അടുത്ത LDCക്ക് വേണ്ടി പഠിക്കണോ അതോ അടുത്ത VFAക്കോ അല്ലെങ്കിൽ ബെവ്കോ LDCക്കോ വേണ്ടി പഠിക്കണോ അല്ലെങ്കിൽ അടുത്ത LGSന് വേണ്ടി പഠിക്കണോ എന്നൊക്കെ ചോദിക്കും. ഇവരോട് പറയാനായിട്ട് ഞാൻ പലതവണ റിപ്പീറ്റ് പറഞ്ഞൊരു കാര്യമാണ്, അടുത്ത LDC LGSും എപ്പോ വരുമെന്നോ എന്നുണ്ടാകുമെന്നോ എന്നുള്ള ഒരു ഉറപ്പുമില്ല. ആ LDCയും LGSും വരും വരെ നമ്മൾ PSC പഠിക്കുമെന്ന് പോലും ഉറപ്പുണ്ടാവില്ല. കാര്യം ഒരു 3 വർഷം 4 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ഒരു എക്സാമിനെ പറ്റി അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ഒരു എക്സാമിനെ പറ്റി നമ്മൾ ഇപ്പോഴേ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനും മാത്രം ടഫായിട്ടുള്ള ഒരു എക്സാം അല്ല PSC.
അത് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക. നിങ്ങളുടെ കഴിവ് കുറവാണ് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട. ഇത് കഴിവുമായിട്ട് ബന്ധപ്പെട്ടൊരു പരീക്ഷയെന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങളിപ്പോ ഒരു മലയാളം മീഡിയത്തിൽ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പറ്റിയ ഒരു സ്കൂളിലാണ് നിങ്ങൾ പഠിച്ചതെങ്കിലും അതൊന്നും ഇതിനകത്ത് ബാധിക്കില്ല. അതിനകത്ത് ഇംഗ്ലീഷ് പഠിക്കുന്നതിന് നിങ്ങൾ അത് തടസ്സമാകത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ മാത്സിന് വീക്കാണെന്ന് കരുതിയിട്ട് PSC എഴുതിയിട്ട് എടുക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ മലയാളത്തിന് വീക്കാണ്, നിങ്ങൾക്ക് മലയാളം അറിയില്ല, നിങ്ങൾ CBSE സ്കൂളിൽ പഠിച്ചതാണ് അന്ന് കരുതി നിങ്ങൾക്ക് മാതൃഭാഷ അറിയില്ല എന്ന് കരുതി അതുകൊണ്ടൊന്നും നിങ്ങൾ PSCയിൽ നിങ്ങൾ ഡൗൺ ആകില്ല. ഇതൊക്കെ നമ്മുടെ സ്റ്റാർട്ടിംഗ് ഫേസിൽ മാത്രമുള്ള പ്രശ്നങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇതെല്ലാം മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാകും. പക്ഷെ ഇതിന്റെ ആ സ്പീഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ സ്പീഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങി നിങ്ങൾ ജോലിയിൽ എത്തുന്ന സമയം, ഇനിയും PSC മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇനിയും നിയമനങ്ങൾ കുറഞ്ഞു വരാം, അല്ലെങ്കിൽ ഇനിയും ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരുടെ എണ്ണം കുറഞ്ഞു വരാം. അപ്പോഴൊക്കെ നിങ്ങൾ തളരാതെ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ PSC എഴുതിയെടുക്കാൻ നോക്കുക. അടുത്ത LDC വരുമ്പോഴത്തേക്ക് എത്ര പേര് ലിസ്റ്റിലുണ്ടാവുന്നോ അല്ലെങ്കിൽ LDC എക്സാം ഉണ്ടാവുമെന്ന് പോലും നമുക്കറിയില്ല. കാര്യം 3 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിന് എന്തുറപ്പാണുള്ളത്? 3 വർഷം കഴിഞ്ഞ് LGS എക്സാം ഉണ്ടാവും, നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? കാര്യം 3 വർഷം കഴിഞ്ഞുള്ള കാര്യത്തിന് എന്ത് സർട്ടനിറ്റിയാണ്? നമുക്ക് നാളെ നടക്കുന്ന കാര്യങ്ങൾ പോലും സർട്ടനിറ്റി ഇല്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാം അതിലോട്ട് പോകാതെ, അത് ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്, അതിലോട്ട് പോകാതെ നമുക്ക് അടുത്ത് വരുന്ന എക്സാംസിനെല്ലാം ആ ഒരു സ്കോറിംഗ് ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പഠിക്കുക. അപ്പോൾ ഇനി ഏത് എക്സാമിന് വേണ്ടി പഠിക്കണം അല്ലെങ്കിൽ ഇതിന് മാത്രം പഠിച്ചാൽ മതി, അങ്ങനെ ഒരു ചിന്ത പാടില്ല. ഇനി ഏത് എക്സാം എന്നല്ല, നിങ്ങൾ എക്സാമിന് എല്ലാ ഒരു കോമൺ ബുക്ക് വെച്ചിട്ട് 10th ലെവൽ ബുക്ക് വെച്ചിട്ട് നിങ്ങൾ അങ്ങ് പഠിച്ചു പോകുക. എന്നിട്ട് അതിന് സ്പെഷ്യൽ ടോപ്പിക് വരുന്ന പരീക്ഷകൾക്ക് മാത്രം ആ സ്പെഷ്യൽ ടോപ്പിക് ഒന്ന് എക്സ്ട്രാ ആയിട്ട് പഠിച്ചു പോകും. പിന്നെ ഇംഗ്ലീഷും മലയാളം മാത്സും ആദ്യം തന്നെ ഒന്ന് പഠിച്ച് മാറ്റി വെക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സ് പറ്റുന്നതൊക്കെ പഠിച്ച് മാറ്റി വെക്കുക. കറണ്ട് അഫയേഴ്സ് ഒരു കാര്യമുണ്ട്, കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല. പിന്നെ കല, കായികം, സാംസ്കാരികം പോലുള്ള സാധനങ്ങളൊക്കെ പഠിച്ചു വെച്ചാൽ നല്ലതാണ്. അത് ഒരുപാട് പഠിച്ചു കഴിഞ്ഞാലായിരിക്കും ഈ സാഹിത്യത്തിലൊക്കെ കുറച്ച് മാർക്ക് കിട്ടുന്നത്. പക്ഷെ എങ്കിലും അത് പഠിച്ചു കഴിഞ്ഞാൽ വൺസ് അത് പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വർത്താണ്, അതിൽ മാർക്ക് കിട്ടാനൊക്കെ അത് വളരെ ഉപകാരപ്പെടും. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൽ വന്ന ഉടനെ പഠനം അവസാനിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് എല്ലാവരും ചെയ്തു വരുന്ന മിസ്റ്റേക്ക്. അത് പാടില്ല. റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത എക്സാമിന് കുറെ കൂടി നല്ല റാങ്ക് വാങ്ങിക്കാൻ നോക്കുക. കാര്യം നിങ്ങളുടെ ജോലി റാങ്ക് ലിസ്റ്റിൽ വന്നതോട് തീരത്തില്ല. നിങ്ങളുടെ ജോലി തീരണമെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടണം. റാങ്ക് ലിസ്റ്റ് വന്ന എല്ലാവർക്കും ജോലി കിട്ടിയ ചരിത്രം PSC ഇല്ല. അത് നിങ്ങൾ ആദ്യം ഓർക്കുക. റാങ്ക് ലിസ്റ്റ് വന്ന് ഒരുപാട് പേര് സമരം ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജോലി കൊടുക്കുക എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് കിട്ടത്തില്ലെന്നല്ല പറയുന്നത്. പക്ഷേ അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ആ ഒരു സ്റ്റേജിലോട്ടൊന്നും പോകാതെ നിങ്ങൾക്ക് ഇനി പഠിക്കുക എന്നുള്ള രീതിയിലോട്ട് മാത്രം. ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളിപ്പോൾ സമരം ചെയ്തിട്ടുള്ള കൂട്ടുകാരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇനിയും പഠിക്കുക. നിങ്ങളുടെ ഏജ് ലിമിറ്റ് ആയിട്ടില്ലെങ്കിൽ ഇനിയും പഠിക്കുക. എനിക്ക് മനസ്സിലാവും, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നമ്മളെല്ലാം ഈ ഫേസിൽ കൂടി കടന്നു വന്നിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ ഇനിയും പഠിക്കുക, ഇനിയും പഠിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് ആയിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇനി നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളെ തോൽപ്പിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. നിങ്ങളുടെ PSCക്കൊന്നും നിങ്ങളെ നിയമനം കുറച്ച് നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങൾ പഠിച്ച് ഇനിയും നിങ്ങൾ റാങ്ക് ലിസ്റ്റ് എത്താൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഒരുപാട് പേര് റാങ്ക് ലിസ്റ്റിന്റെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സമരത്തിലൊക്കെ കണ്ടിരുന്നു. അപ്പോൾ എല്ലാവരുടെയും കാര്യത്തിൽ പറയാനുള്ളതാണ്, ഇനിയും പഠിക്കുക, ഇനിയും പഠിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. പഠനവും കാര്യങ്ങളും ഉഷാറായിട്ട് തന്നെ കൊണ്ടുപോകുക. അത് ഏറ്റവും പ്രധാനമാണ്. പഠനം സ്റ്റോപ്പ് ചെയ്യരുത്. ആരും സ്റ്റോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ PSC നിർത്തുകയാണെന്നുള്ള രീതിയൊന്നും വേണ്ട. ആൾക്കാർ പറയുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. ആൾക്കാർ അങ്ങനെ പലതും പറയും. ആൾക്കാർ നമ്മളെ കുറിച്ച് നമ്മുടെ ഒരു ഉയരത്തിലെത്തുന്നവരെ ആൾക്കാർ കുറ്റമേ പറയത്തുള്ളൂ. അത് ചിന്തിച്ചോളുക. നമ്മൾ ഉയരത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല. കാര്യം ആൾക്കാർക്ക് പിന്നെ കുറ്റം പറയാനൊന്നും ഉണ്ടാവത്തില്ല. അങ്ങനെയാണ് നമ്മുടെ നാട്ടുകാരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. നാട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞാൽ, പൊതുവേ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ PSC ഒക്കെ പഠിക്കുന്ന ആൾക്കാർ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആ രീതിയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ കുറ്റം പറയുക, നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് ആതിരിക്കുക, നമ്മളെ കുറിച്ച് ഓർത്ത് അസൂയപ്പെടുക. ഇതൊക്കെയാണ് ആ ഒരു മോബ് സൈക്കോളജി, അല്ലെങ്കിൽ ആൾക്കാരുടെ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലായിടത്തും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിരിക്കുക. സ്ട്രോങ് ആയിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത്തരം വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം വിഷ്ണു.